ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ അധികനാൾ തുടരാൻ കഴിയില്ലെന്ന് ജയപ്രകാശ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കച്ചവടം അവസാനിപ്പിക്കുകയാണ്. സിമന്റ് ഗോഡൌണിന് ഷട്ടറിട്ട് കടമുറി വാടകയ്ക്കെന്ന ബോർഡും വെച്ചു. എനിക്ക് ഈ കട നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല, ഇവർ ചെയ്യിക്കില്ല എന്നുള്ള ഒരു തീർത്ത ഒരു ഇതിലാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ 4 പുറം നടക്കുക, 4 പുറം നമ്മുടെ കട നടക്കുക, പണിക്കാരെ മിരട്ടുക, അവിടെയുള്ള സ്റ്റാഫിനെ അവരെയൊക്കെ മിരട്ടുക, അതൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്യണത്. എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കടയിൽ കയറ്റിറക്കി യന്ത്രം സ്ഥാപിച്ചതു മുതൽ തുടങ്ങിയ സമരമാണ്. ലോഡ് ഇറക്കാൻ കഴിയാതെ വന്നതോടെയാണ് താത്കാലികമായി കച്ചവടം നിർത്തുന്നത്. എനിക്കിപ്പോൾ ഈ തുറന്നിട്ട് കാര്യമില്ല, കാരണം വണ്ടികൾ വരുന്നില്ല, പിന്നെ ഇവിടുന്ന് കയറ്റാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവരെന്നെ ആക്രമിക്കാൻ വന്ന സമയത്ത് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടെ ഒരു FIR ഒക്കെ ഉണ്ടാക്കി. ആ FIRൽ പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിട്ട് ഈ സമരത്തിന് കുത്തിരിക്കുക. അപ്പോൾ ഇവരെ ഭയക്കേണ്ടതുണ്ട്. ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ച ഫലം കണ്ടില്ല. എന്നാൽ ഉടമ പറയുന്നത് ശരിയല്ലെന്നും കടയുടെ പ്രവർത്തനത്തെ തടഞ്ഞിട്ടില്ലെന്നുമാണ് CITU വാദം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.